നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ആർ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ജി ആണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ ജിയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് കൊടുക്കുന്ന സ്മോൾ ജിയുമായിട്ട് മാറിപ്പോരുത്. ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.81 ആണ്. 9.81 അല്ലെങ്കിൽ 9.8 എന്ന് പഠിച്ചാൽ മതി. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ജിയുടെ പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും എന്നുള്ളത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഈ ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കണം എന്ന് നിർബന്ധമില്ല, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ വാല്യൂ m⁻⁻1 l⁻3 t⁻−2 ആണ്. m⁻⁻1 l⁻3 t⁻−2. ഇനി ഇത് കാണാതെ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ക്ലാസ് ടേബിൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ജി വരുന്ന ഇക്വേഷനിൽ നിന്ന് അത് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്യാപിറ്റൽ ജി വരുന്ന ഇക്വേഷൻ ഏതാണ്? അത് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോയുടെ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F=G(m1m2/r²) എന്നാണ്. ഇതിനകത്ത് F ഫോഴ്സാണ്, ക്യാപിറ്റൽ ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, m1ഉം m2ഉം അവിടെ തന്നിരിക്കുന്ന രണ്ട് മാസുകളാണ്. പിന്നെ r എന്ന് പറഞ്ഞാൽ m1നും m2നും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ജിയുടെ ഇക്വേഷൻ ഫോം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ ജി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇക്വേഷൻ്റെ അപ്പുറത്ത് വശത്തോട്ട് കൊണ്ടുപോകണം. ആദ്യം നമുക്കിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന r² ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇത് F×r² എന്നാവും. അപ്പോൾ FR². ഇനി ഇൻറ്റു m1 m2 ഈ വശത്ത് വരുമ്പോഴത്തേക്ക് /m1 m2 ആവും. അപ്പോൾ ക്യാപിറ്റൽ ജി =FR²/m1 m2 എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് രണ്ട് കാര്യങ്ങൾ എഴുതാം. ഒന്ന് ഇതിൻ്റെ ഡയമെൻഷൻ എഴുതാം, പിന്നെ ഇതിൻ്റെ യൂണിറ്റും എഴുതാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് എഴുതി നോക്കാം. അപ്പോൾ യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് എഴുതി പോയാൽ മതി. ആദ്യം എഫിൻ്റെ യൂണിറ്റ്, എഫ് ഫോഴ്സ് അല്ലേ, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഇനി ഇൻറ്റു r², r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ത് വരും? m² വരും. അപ്പോൾ ന്യൂട്ടൺ ഇൻറ്റു m² ആയി. തീർന്നില്ല, ബൈ m1 ഇൻറ്റു m2 ഉണ്ട്. m1ഉം m2ഉം മാസുകളാണ് അല്ലേ. അപ്പോൾ മാസ് ഇൻറ്റു മാസ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം ചെയ്യുമ്പോൾ കിലോഗ്രാം സ്ക്വയർ എന്ന് വരും. പക്ഷേ അത് ഡിവൈഡഡ് ബൈ ആണ് കിടക്കുന്നത്. അപ്പോൾ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന് കൊടുക്കുക. ന്യൂട്ടൺ m² പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ക്യാപിറ്റൽ ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ന്യൂട്ടൺ m² കിലോഗ്രാം (−2) എന്ന് എഴുതാം. (−2) ഇടുകയാണെങ്കിൽ നമ്മൾ ഈ ബൈ ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്തുകൂടെ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഡയമെൻഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഓരോന്നിൻ്റെ ഡയമെൻഷൻ എഴുതി വയ്ക്കാൽ മതി. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ m(l)t⁻². r എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണല്ലേ. അപ്പോൾ ലെങ്തിൻ്റെ ഡയമെൻഷൻ l ആണ്, r² ഉള്ളതുകൊണ്ട് l² ബൈ m1 m2. m1ഉം m2ഉം മാസുകൾ തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ M. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു എമ്മും ക്യാൻസലായി പോകും. താഴെയുള്ള ഒരു m മുകളിൽ വരുമ്പോൾ m⁻⁻1 ആവും. ഇവിടെ l ഉണ്ട്, ഇവിടെ l² ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്ന് l³ ആവും. ഇവിടെ t⁻⁻2 ഉണ്ട്, അതല്ലാതെ വേറെ t ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ m⁻⁻1 l⁻3 t⁻⁻2 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ എ മാൻ ക്യാൻ ജമ്പ് ഹയർ ഓൺ ദ മൂൺ ദാൻ ഓൺ എർത്ത്. നമ്മൾ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആ മനുഷ്യ ഇറങ്ങുന്ന ആൾക്കാർ അവിടെ ചാടുന്ന ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിൽ കിട്ടും കാണാം.
അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളിവിടെ നിന്ന് ചാടുമ്പോൾ നമ്മൾ പൊങ്ങി പോകുന്നൊരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റിനേക്കാളും ഉയരത്തിൽ ചാടി ഉയരാനായിട്ട് മൂണിൽ നിൽക്കുന്ന, ചന്ദ്രനിൽ നിൽക്കുന്ന ആളിന് സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ഒരു സ്ഫിയറാണ്, മാസ് കുറവാണ്. അപ്പോൾ മാസ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. നമ്മുടെ ബോഡിയിൽ അത് പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവായിരിക്കും. അതായത് അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എർത്ത് പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നാണ് വരുന്നത്. പക്ഷേ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. എർത്ത് പ്രയോഗിക്കുന്ന ആക്സിലറേഷന് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നെഴുതും. അതിന് നമ്മൾ സ്മോൾ ജി എന്നുള്ള ലെറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്മോൾ ജിയുടെ വാല്യൂ 9.8 ആണ് എർത്തിൽ, അല്ലേ? പക്ഷേ ഇതിൻ്റെ 1/6 വാല്യൂ മാത്രമേ മൂണിൽ ഉള്ളൂ. അതായത് എർത്തിൻ്റെ സർഫസിൽ ജിയുടെ വാല്യൂ എത്രയാണോ അതിൻ്റെ 6 മാത്രമാണ് മൂണിലെ വാല്യൂ. അപ്പോൾ ജിയുടെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് എം ജിയുടെ വാല്യൂവും കുറയുന്നു. മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. മാസ് നമ്മൾ എർത്തിൽ നിന്നാലും മൂണിൽ നിന്നാലും നമ്മുടെ മാസ് സെയിം ആയിരിക്കും. പക്ഷേ ജിയുടെ വാല്യൂ എർത്തിൽ കൂടുതലും മൂണിൽ കുറവുമാണ്. ഓക്കെ, മൂണിലുള്ള ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 m/s² ആണ്. എർത്തിലാണെങ്കിൽ 9.8 m/s² ഉണ്ട്. ഓക്കെ, ഈ 9.8നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് മൂണിലെ വാല്യൂ ആയിട്ടുള്ള 1.6 കിട്ടുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് ജി ഓൺ മൂൺ ഈസ് 1/6 ഓഫ് ദാറ്റ് ഓൺ എർത്ത്. ഓക്കെ, ജിയുടെ വാല്യൂ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ മൂൺ പ്രയോഗിക്കുന്ന വെയിറ്റും കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരേ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എർത്തിൽ ഉയർന്ന് ചാടാൻ പറ്റുന്ന ഹൈറ്റിനേക്കാളും 6 ഇരട്ടി ഹൈറ്റിൽ നമുക്ക് മൂണിൽ ചാടാൻ കഴിയും. ഓക്കെ, ഈ 1/6 എന്നുള്ള നമ്പർ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അല്ല നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ 9.8നെ 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 6 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വൈ എ ടെന്നീസ് ബോൾ ബൗൺസസ് ഹയർ ഓൺ ഹിൽസ് ദാൻ ഇൻ പ്ലെയിൻ? ഒരു ടെന്നീസ് ബോൾ, നമ്മുടെ ടെന്നീസ് ബോൾ എടുത്തിട്ട് നമ്മളിങ്ങനെ തറയിൽ ഇങ്ങനെ കുതിപ്പിച്ച് കളിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അത് കുതിച്ച ശേഷം തിരിച്ച് ബൗൺസ് ചെയ്ത് പൊങ്ങുന്നൊരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് നമ്മളൊരു മലമുകളിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഉയരത്തിൽ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ചെറിയ കുന്നുകളിലൊന്നും അത് പറ്റത്തില്ല. നല്ല ഹൈറ്റുള്ള മലകളുടെയൊക്കെ മുകളിൽ ചെന്നിട്ട് നമ്മൾ ഈ ടെന്നീസ് ബോൾ ഒന്ന് ബൗൺസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഹൈറ്റിൽ ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ മൂണിൽ പറഞ്ഞ അതേ ഫിനോമിന തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പക്ഷേ മൂണിൽ പറയുന്നത് പോലെ 6 ഇരട്ടിയൊന്നും പൊങ്ങത്തില്ല, ഒരു കുറച്ചുകൂടി ഒരു ഹൈറ്റ് പൊങ്ങും. അതിന് കാരണം എന്തായിരിക്കും? അവിടെ പറഞ്ഞ അതേ കാരണമാണ്. ജിയുടെ വാല്യൂ ഉയരം കൂടുന്തോറും കുറയുന്നു. ഓക്കെ, ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആസ് ദ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സീ ലെവലിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ, സീ ലെവൽ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പ്, അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ജിയുടെ വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് ആ ബോളിന് കൂടുതൽ ഹൈറ്റിൽ ഉയർന്ന് പൊങ്ങാൻ പറ്റും, ബൗൺസ് ചെയ്ത് പൊങ്ങാൻ പറ്റും. ഓക്കെ, ആസ് ഹൈറ്റ് ഇൻക്രീസസ് ജി ഡിക്രീസസ്. ദ വാല്യൂ ഓഫ് ജി ഓൺ ഹിൽസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിലുള്ളതിനേക്കാളും ജിയുടെ വാല്യൂ കുറവാണ് ഒരു ഹില്ലിൻ്റെ മുകളിൽ, അതായത് ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത്. ഓക്കെ, ഇതൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ എന്ന് മാറ്റി ക്വസ്റ്റ്യൻ തന്നാലും ഇതേ ഉത്തരം തന്നെയാണ് എഴുതേണ്ടത്. ഹെൻസ് ടെന്നീസ് ബോൾ ബൗൺസസ് ഹയർ ഓൺ ഹിൽസ് ദാൻ ഇൻ പ്ലെയിൻസ്. ഇൻ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സീ ലെവൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സർഫസ് ഓഫ് എർത്ത് എന്ന് പറയുന്നതും സീ ലെവൽ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സർഫസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുന്നിൻ്റെ മുകളിൽ എന്ന് പറയുന്നതും സർഫസ് ഓഫ് എർത്ത് ആണല്ലോ. പക്ഷെ അങ്ങനെയല്ല, സർഫസ് ഓഫ് എർത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സീ ലെവലാണ്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമ്മളൊരു കിണറ്റിൽ ഇറങ്ങി നിന്നതിന് ശേഷം ബൗൺസ് ചെയ്യുന്ന കാര്യവും ചോദിക്കാം. ഓക്കെ, നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ജി കുറയുന്നത് പോലെ തന്നെ താഴോട്ട് പോകുമ്പോഴും ജി കുറയും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കിണറ്റിന് അകത്തോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് നമ്മൾ ഈ ബോൾ ബൗൺസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഇത് കൂടുതൽ ഉയരത്തിൽ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ നോക്കാം. ഇവിടെ ഈ സിമ്പിളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ആണ്.
സ്മോൾ ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളത് നോക്കാം. ദ വാല്യൂ ഓഫ് ജി അറ്റ് എ ഹൈറ്റ്, അതായത് ഒരു ഉയരത്തിൽ ഒരു ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ ജിയുടെ വാല്യൂ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ജി ഡാഷ്, ഹൈറ്റിലുള്ള ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ജി ഡാഷ് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെ ജി സഫിക്സ് എച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? അതിൻ്റെ വാല്യൂ ജി ഇൻറ്റു 1 - 2h/r ആണ് അല്ലേ. 1 - 2h/r എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഡെറിവേഷൻ പഠിച്ചതാണ്. ഫോക്കസ് ഏരിയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക, മറന്നുപോയവർ ഒന്നുകൂടെ കണ്ടു നോക്കുക, എന്നിട്ട് അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മറക്കത്തില്ല. ഇനി മുകളിലേക്ക് പോകുന്തോറും ഈ ജിയുടെ വാല്യൂവിന് എന്താണ് മാറ്റം വരുന്നത് എന്നുള്ളതാണ് ഈ തേർഡ് കോളത്തിൽ എഴുതാനുള്ളത്. അതിവിടെ എഴുതിയിട്ടുണ്ട്. വാല്യൂ ഓഫ് ജി ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ച് ജിയുടെ വാല്യൂ കുറയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ റോയിൽ എഴുതേണ്ടത് ഒന്നാമത്തെ കോളത്തിലുള്ളത് തന്നിട്ടില്ല. ഓക്കെ, പക്ഷെ അവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ജി സഫിക്സ് ഡി എന്നാണ് അല്ലേ. അതായത് വാല്യൂ ഓഫ് ജി അറ്റ് എ ഡെപ്ത് ഡി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഇക്വേഷന് നമുക്കറിയാം, ജി ഇൻറ്റു 1 - d/r. വേണമെങ്കിൽ ഈ ഡിക്ക് വരെ എച്ച് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കോളത്തിൽ നമ്മൾ എച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്തിനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഡി എന്ന് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും എഴുതേണ്ടത്? വാല്യൂ ഓഫ് ജി അറ്റ് എ ഡെപ്ത് എന്ന് എഴുതിയാൽ മതി. ദ വാല്യൂ ഓഫ് ജി അറ്റ് എ ഡെപ്ത്. ഓക്കെ, ഇനി ഇവിടെ എന്ത് എഴുതണം? ഇവിടെയും അത് കുറേ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിൽ ഈ ഇക്വേഷനിലായാലും 1 - ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും ഒരു നമ്പർ കുറച്ചതാണ്. ഒന്നിൽ നിന്നും ഒരു നമ്പർ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നിനേക്കാളും ചെറിയ വാല്യൂ കൊണ്ട് ജിയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 9.8-നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നു എന്നിവിടെ പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. കാരണം ഇവിടെയും 1 - d/r ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള നമ്പറിൻ്റെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതായിരിക്കും, >1 ആയിരിക്കും. അപ്പോൾ അത് ജിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.8-നേക്കാളും ചെറിയൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഓൺ ദ സർഫസ്, എർത്തിൻ്റെ സർഫസിലെ, അതായത് സീ ലെവലിലെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ജി = gm/r² എന്നാണ്. ഈ ഇക്വേഷന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അവിടെ ജിയുടെ വാല്യൂ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ ജിയും ക്യാപിറ്റൽ എമ്മും കോൺസ്റ്റൻറ്റുകളാണ് അല്ലേ. എർത്തിൻ്റെ മാസും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും, ഇത് രണ്ടും കോൺസ്റ്റൻറ്റുകളാണ്. പക്ഷേ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഫെറോയിഡ് ഷേപ്പാണ്, അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒബ്ലീറ്റ് സ്ഫെറോയിഡ് എന്നൊക്കെ അതിനെ പറയാറുണ്ട്. നിങ്ങൾ തൽക്കാലം തന്നെ ജിയോയിഡ് ഷേപ്പ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഈ മുകളിലത്തെ പോയിൻറ്റിനെയും താഴത്തെ പോയിൻറ്റിനെയും നമ്മൾ വിളിക്കുന്നത് പോളുകളെന്നാണ്. മുകളിലുള്ളതിനെ നോർത്ത് പോളെന്നും താഴെയുള്ള പോയിൻറ്റിനെ സൗത്ത് പോളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പോളാർ റീജിയനിലോട്ട് നമ്മൾ വരയ്ക്കുന്ന റേഡിയസിന് നമുക്ക് r⁻p എന്ന് എഴുതാം. r⁻p എന്ന് എഴുതാം. പോളാർ റേഡിയസ് എന്ന് വിളിക്കാം. ഇനി ഇക്വേറ്റർ, നമ്മുടെ എർത്തിൻ്റെ നടുക്കൂടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് ആക്ച്വലി ലൈനല്ല, അതിങ്ങനെ വളഞ്ഞ് വരുന്ന ഒരു സർക്കിളാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇക്വേറ്റർ എന്നാണ്. ഈ ഇക്വേറ്റർ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ. ഓക്കെ, ഈ ഇക്വേറ്ററിന് മുകളിലുള്ളതിന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇക്വേറ്ററിന് താഴെയുള്ള ഭാഗത്ത് സതേൺ ഹെമിസ്ഫിയർ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് എന്നുള്ളത് മറക്കരുത്. ഇന്ത്യ ഈ ഇക്വേറ്ററിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ സെൻറ്ററിൽ നിന്നും ഇക്വേറ്ററിലോട്ട് ഒരു ലൈൻ വരച്ചാൽ ആ റേഡിയസിനെ നമ്മൾ വിളിക്കുന്നത് r⁻e എന്ന് കൊടുക്കാം. അതായത് ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് നമുക്ക് തന്നെ വിളിക്കാം. ഓക്കെ, ഈ RPയും REയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം RP ചെറുതും RE വലുതുമാണ് അല്ലേ. അപ്പോൾ RP <RE എന്ന് നമുക്ക് എഴുതാം. RP <RE ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇക്വേഷനിൽ ഈ r എന്നുള്ള ടേം ഡിനോമിനേറ്റർ കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ്റെ വാല്യൂ വലുതായിരിക്കും. ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ചെറുതാവും തോറും ഫ്രാക്ഷൻ്റെ വാല്യൂ വലുതാവുന്നു. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് ചെറുത്? പോളാർ റേഡിയസ് ആണ് ചെറുത് അല്ലേ. അപ്പോൾ പോളാർ റീജിയനിൽ
ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇക്വിറ്റോറിയൽ റീജിയണിൽ ജിയുടെ വാല്യൂ കുറവായിരിക്കും. സ്മോൾ ജിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? വാല്യൂ ഓഫ് ജി ഈസ് ലോ അറ്റ് ഇക്വേറ്റർ ആൻഡ് ഹൈ അറ്റ് പോളാർ റീജിയൻസ് എന്ന് എഴുതുക. പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ അതിൽ നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്ലൈഡിൽ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ എർത്ത് മൂവിങ് എറൗണ്ട് സൺ ഇൻ എ സർക്കുലാർ ഓർബിറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ്. അപ്പോൾ എർത്ത് സണ്ണിന് ചുറ്റാകെ ഒരു സർക്കുലാർ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. ഓക്കെ, ആക്ച്വലി അത് സർക്കുലാർ ഓർബിറ്റിലല്ല കറങ്ങുന്നത്, അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. ഓക്കെ, അത് നമ്മൾ കെപ്ലേഴ്സ് ലോ എന്നും പറഞ്ഞൊരു 3 ലോസ് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, എന്നാലും നമുക്ക് ആ എലിപ്സിനെ ഒരു ഏകദേശം ഒരു സർക്കിളായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്ത് നമ്മൾ സണ്ണിനെയും എർത്തിനെയും ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്ന ഇതാണ് സൺ. ഇതിന് ചുറ്റാകെ ഒരു സർക്കുലാർ പാത്തിൽ എർത്ത് അതിനെ റിവോൾവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എർത്ത്. അപ്പോൾ എർത്ത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെയിം ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എർത്ത്. എർത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? നമുക്കറിയാം, ഇത് എർത്താണെങ്കിൽ എർത്തിനും മാസുണ്ട്, സണ്ണിനും മാസുണ്ട്. അപ്പോൾ മാസുള്ള 2 വസ്തുക്കൾ തമ്മിൽ എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമുക്ക് ഈ ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങാൻ വേണ്ടി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ആയിട്ടാണ്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സർക്കുലാർ പാത്തിൽ കറങ്ങാൻ ആവശ്യമായ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ സർക്കുലാർ പാത്തിൽ കറങ്ങാനായിട്ട് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എപ്പോഴും ഇതിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രിപ്പെറ്റൽ ഫോഴ്സിന് എഫ് സഫിക്സ് സി എന്ന് എഴുതാം. സെൻട്രിപ്പെറ്റൽ എന്നുള്ളതിൻ്റെ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെ എന്ത് വിളിക്കാം? സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൂടെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ്. ഈ സെൻട്രിപ്പെറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ജനറൽ ഫോർമുല m×a എന്നാണ്. ഓക്കെ, അത് സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ആകുമ്പോൾ ഈ എഫ് ഇ എന്ന് പറയുന്നത് ഇവിടെ എർത്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, എഫ് സി എന്ന് പറഞ്ഞാൽ സെൻട്രിപ്പെറ്റൽ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എമ്മിന് പകരം നമ്മൾ എം എന്ന് എഴുതും. ഈ എ എന്ന് പറഞ്ഞാൽ സെൻട്രിപ്പെറ്റൽ ആക്സിലറേഷനാണ്. സെൻട്രിപ്പെറ്റൽ ആക്സിലറേഷൻ്റെ ഫോർമുല v²/r എന്നാണ്. അപ്പോൾ എക്ക് പകരം നമ്മൾ v²/r എഴുതും. ഓക്കെ, അപ്പോൾ സെൻട്രിപ്പെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്ത് വരും? mv²/r. ഈ v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എർത്ത് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ കറങ്ങുന്ന സർക്കുലാർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഈ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ്. നമ്മളിവിടെ ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, പക്ഷേ നമ്മൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനിൽ എന്താണുള്ളത്? വർക്കിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ വർക്ക് ഡൺ W എഫ് എസ് കോസ് തീറ്റ എന്നാണ്. എഫ് എസ് കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, ഇവിടെ അത് സെൻട്രിപ്പെറ്റൽ ഫോഴ്സാണ്, അതിനൊരു വാല്യൂ ഉണ്ട് mv²/r. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇനി ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ വെലോസിറ്റി എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ടൈമിന് ഡയറക്ഷൻ ഇല്ല, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റിക്ക് ഉള്ളത്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും അങ്ങോട്ട് തന്നെയായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റും അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ വിക്കും എസിനും ഒരേ ഡയറക്ഷനാണ്. ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിനിടയിലുള്ള ആംഗിൾ എത്രയാണ്? ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനും ഫോഴ്സിനും ഇടയിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ നമ്മൾ ഈ കോസ് തീറ്റയിൽ തീറ്റയ്ക്ക് പകരം 90 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോസ് 90 എന്നാവും. കോസ് 90യുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ F×S×0 എന്ന് കിട്ടും. അപ്പോൾ വർക്ക് ഡൺ എത്രയാവും? 0 ആവും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സെൻട്രിപ്പെറ്റൽ ഫോഴ്സ്.
ഇതെല്ലാ പോയിന്റിലും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട് വരയ്ക്കാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, അപ്പോഴും 90 ഡിഗ്രി. ഈ പോയിന്റ് എത്തുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇങ്ങോട്ട്, അപ്പോഴും 90 ഡിഗ്രി. ഏത് പോയിന്റ് എടുത്താലും തീറ്റ 90 ഡിഗ്രി ആവുന്നതുകൊണ്ട് വർക്ക് ഡൺ 0 ആയിരിക്കും. ഈ പറയുന്നത് സണ്ണ് എർത്ത് മാത്രമല്ല, നമ്മൾ ഏതൊരു സർക്കുലർ മോഷൻ എടുത്താലും സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, എപ്പോഴും സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മെഷേർഡ് യൂസിങ് ടിക്കർ ടൈമർ ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടിക്കർ ടൈമർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ താഴോട്ട് ഇട്ടതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, +2 നിങ്ങൾ പഠിക്കും, സ്കൂളിൽ പ്രാക്ടിക്കൽ ചെയ്ത് അത് എക്സാമിന് വരുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച സ്മോൾ ജിയുടെ വാല്യൂ എത്ര കിട്ടി? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. വാട്ട് ഡസ് ദ വാല്യൂ 9.8 ഫോർ ദ ആക്സിലറേഷൻ ഇംപ്ലൈസ്? ഈ 9.8 ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഇതിവിടെ മിസ്റ്റേക്കാണ് കേട്ടോ, അത് നമുക്ക് കറക്റ്റ് ചെയ്തേക്കാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ implies that velocity changes by 9.8 meter per second in every second. അപ്പോൾ ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഈ വെലോസിറ്റി 9.8 വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണല്ലോ. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ടൈം എന്നാണ്. അപ്പോൾ പെർ ടൈമിൽ എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിൽ, ഓരോ സെക്കൻഡിലും വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടുന്നു. വെലോസിറ്റി ആയതുകൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡ് ഇട്ടത്. ഓക്കെ, 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഓരോ സെക്കൻഡിലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ പ്ലസ് ആണ് അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ പ്ലസ് ആണ് എപ്പോഴും അല്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ താഴോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അവിടെ മാത്രമേ നെഗറ്റീവ് കൊടുക്കൂ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഇത്രയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ മീനിങ്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ആർഗ്യൂസ് ദാറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് ഈസ് ഇൻഫിനിറ്റി. ഡു യു എഗ്രി വിത്ത് ഇറ്റ്? നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി പറയുകയാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതായത് ജിയുടെ വാല്യൂ എർത്തിൻ്റെ സെൻറ്ററിൽ ഇൻഫിനിറ്റി ആണ് എന്ന് പറയുകയാണ്. നിങ്ങളത് എഗ്രി ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരിക്കലും എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. എർത്തിൻ്റെ സെൻറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ അത്രയും എഴുതിയാൽ മതി. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് എർത്തിൻ്റെ സർഫസിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഉള്ള ജിയുടെ വാല്യൂ അതിന് നമുക്ക് ജി ഡാഷ് എന്നോ ജി സഫിക്സ് ഡി എന്നോ ഒക്കെ എഴുതാം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജി ഇൻറ്റു 1 - d/r എന്നാണ്. 1 - d/r എന്നാണ്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ഇതാണ് എർത്തെങ്കിൽ എർത്തിൻ്റെ സർഫസ് നമുക്ക് ഈ ഒരു പോയിൻ്റ് എടുക്കാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്റർ വരെ നമ്മൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ താഴെ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ താഴോട്ട് പോയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഡി എന്നെടുക്കാം. ആ ഡി ഈസ് ഈക്വൽ ടു എന്തായി? ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയി. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? d/r എന്നുള്ളത് r/r എന്നാവും അല്ലേ? r/rൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ആറിനെ r കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ 1 - 1 എത്രയാണ്? 0 അല്ലേ? അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂ 0 ആയി. അപ്പോൾ ജി ഇൻറ്റു 0 ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ ജി ഡാഷിൻ്റെ വാല്യൂ 0 കിട്ടും. എർത്തിൻ്റെ സെൻറ്ററിൽ സ്മോൾ ജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് മാത്തമെറ്റിക്കൽ സപ്പോർട്ട്. മാത്തമെറ്റിക്കൽ സപ്പോർട്ട് വെച്ചിട്ട് ജസ്റ്റിഫൈ ആണ് നമ്മൾ ചെയ്തത്. ആദ്യം ഇക്വേഷൻ എഴുതുക. അറ്റ് ദ സെൻറ്റർ ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അപ്പോൾ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 0 എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ജി ഇൻറ്റു 1 - r/r എന്ന് എഴുതുക. ഈ 1 - r/rൻ്റെ വാല്യൂ 0 ആവുന്നു. അപ്പോൾ ജി ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ എർത്തിൻ്റെ ഒരു ഫിഗർ കൂടെ വരച്ച് വെച്ചാൽ നന്നാവും. A body of mass m
ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. എം മാസുള്ള ഒരു വസ്തു ഫ്രീ ആയിട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് നിയർ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിനടുത്ത് ഉള്ളൊരു പോയിന്റിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു എന്ന് വിചാരിക്കുക. വിൽ ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി ചേഞ്ച് ഇഫ് എ പാർട്ട് ഓഫ് മാസ് ഈസ് ത്രോൺ അവേ ഫ്രം ഇറ്റ്. അപ്പോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് നമ്മൾ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു ബോളാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിപ്പോൾ നമ്മൾ നനഞ്ഞ ക്ലേ കൊണ്ട് ഉണ്ടാക്കി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് ഇട്ടു എന്ന് വിചാരിക്കുക. ഇത് വീഴുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഈ ക്ലേയുടെ ബോൾ രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിൽ ദ ആക്സിലറേഷൻ ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മൾ ജി എന്നാണ് കൊടുക്കുന്നത്. ജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്. ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓരോ ടേമും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു കോൺസ്റ്റൻ്റ് എന്നുണ്ട്, അതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്, അതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. അത് ചേഞ്ച് ചെയ്യുന്നത് പോളാർ റീജിയനിൽ നിന്ന് ഇക്വറ്റോറിയൽ റീജിയനിലോട്ടൊക്കെ പോകുമ്പോഴേ ഉള്ളൂ. പക്ഷേ ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആറും ചേഞ്ച് ചെയ്യുന്നില്ല, അതും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സ്ഥലം മാറുകയാണെങ്കിൽ മാത്രമേ അത് കോൺസ്റ്റൻ്റ് അല്ലാതാവും. ഓക്കെ, ഇവിടെ നമ്മൾ താഴോട്ട് വീഴുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ എം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ സ്മോൾ എം ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാസ് ചേഞ്ച് ചെയ്താലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര തന്നെയായിരിക്കും? 9.8 തന്നെ ആയിരിക്കും. ഓക്കെ, മാസ് ചേഞ്ച് ചെയ്താലും, അതായത് 1 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെടുത്ത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാലും 10 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെടുത്ത് മുകളിൽ നിന്ന് താഴോട്ട് ഇട്ടാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് എഴുതാം? നോ, ആക്സലറേഷൻ ഓഫ് എ ബോഡി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ ഫോളിംഗ് ബോഡി. ഒരു ബോഡിയുടെ, ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ട് വീഴുന്ന സമയത്ത് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത്, വാട്ട് വിൽ ബി ദ ഫ്രീ ഫോൾ ആക്സിലറേഷൻ ഇഫ് ഇറ്റ് ഈസ് ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് ഈക്വൽ ടു ആർ ദ റേഡിയസ് ഓഫ് എർത്ത്. അതായത് നമ്മളിവിടെ എർത്തിൻ്റെ റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എർത്ത് വരച്ചു, എർത്തിൻ്റെ റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഈ ക്യാപിറ്റൽ ആർ റേഡിയസ് അതേ വാല്യൂ എർത്തിൻ്റെ സർഫസിൻ്റെ മുകളിൽ നിന്ന്, അതായത് എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 6400 കിലോമീറ്ററാണ്. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് അത്രയും തന്നെ ഹൈറ്റ് പിന്നെ മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം എർത്തിൻ്റെ സെൻറ്റർ എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് r + r 2r ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീണ് തുടങ്ങുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമ്മൾ ജി ഡാഷ് അല്ലെങ്കിൽ ജി സഫിക്സ് എച്ച് എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ജി ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ജി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 - 2h/r എന്നായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഇക്വേഷൻ ഒരു കുഴപ്പമുണ്ട്. ഈ ഇക്വേഷൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എടുക്കുന്ന ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഈ എച്ചിന് പകരം 6 കൊടുക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് വളരെ ചെറിയ ഹൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഓക്കെ, എന്താണ് പറഞ്ഞത്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r എന്നുള്ള ഇക്വേഷനിൽ ഈ എച്ച് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് ചെറുതാണെങ്കിൽ മാത്രമേ, കമ്പാരിറ്റീവ്ലി സ്മോൾ ഹൈറ്റുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അതായത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ കെട്ടിടത്തിൻ്റെ ഉയരം തരുന്നു, അല്ലെങ്കിൽ ഒരു മൗണ്ടൈൻ്റെ മുകളിൽ നിന്ന്, ഒരു മൗണ്ടൈൻ എന്ന് പറഞ്ഞ ഒരു പർവ്വതം, ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ പർവ്വതം പോലും 9 കിലോമീറ്റർ താഴെ മാത്രമേ ഉയരമുള്ളൂ. അതായത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 8850 മീറ്ററാണ്. അതായത് ഏകദേശം 9 കിലോമീറ്റർ താഴെ അത് വരത്തുള്ളൂ. 8.85 കിലോമീറ്ററാണ്. ഓക്കെ,
അപ്പോൾ ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഏകദേശം 6400 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, 6400 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ വലിയ ഹൈറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ക്യാപിറ്റൽ ആർ ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജിയുടെ ഇക്വേഷൻ എഴുതുക, gm/r². ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ്, ഒരു ഹൈറ്റ് കൂടെ വരുന്ന സമയത്ത് നമുക്ക് എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റ് ഉണ്ടെങ്കിൽ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഹൈറ്റ് എത്രയായിരിക്കും? നമുക്ക് എർത്തിൻ്റെ പടം ഒന്നുകൂടെ വരച്ച് നോക്കാം. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫസ് വരെയുള്ള ഹൈറ്റ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഉള്ള ഹൈറ്റ് സ്മോൾ h ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് വരെയുള്ള, ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഈ ഉയരത്തിലാണല്ലോ, അപ്പോൾ ഇതുവരെയുള്ള ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഈ ആറും എച്ചും കൂടെ കൂട്ടണം അല്ലേ? അപ്പോൾ r+h എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ക്യാപിറ്റൽ ആറിന് പകരം r+h കൊടുക്കണം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ h എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിന് ഈക്വലാണ് അല്ലേ? അപ്പോൾ r+h എന്നുള്ളതിൽ നമുക്ക് ഈ എച്ചിന് പകരം ക്യാപിറ്റൽ ആർ കൊടുക്കുമ്പോൾ r+r എന്നാവും, r+r എന്നാവും. ഓക്കെ, അപ്പോൾ ഇവിടെ r² എന്നുള്ളത് മാറ്റി നമ്മൾ r+h എന്നാണ് കൊടുക്കാനുള്ളത്. പക്ഷേ h = r ആയതുകൊണ്ട് r+r എന്നാവും. അപ്പോൾ ഒരു ഹൈറ്റിൽ വരുന്ന സമയത്ത് ഈ ജിയും എമ്മും കോൺസ്റ്റൻ്റ് ആണ്, അതല്ലെങ്കിൽ മാറൂല. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും മാസ് ഓഫ് എർത്തും, അതിന് മാറ്റമില്ല. ഈ ആറാണ് മാറുന്നത്. ഈ ആറിന് r+R എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യന് ചിലപ്പോൾ ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ഹൈറ്റിലാണ് എന്ന് പറയുകയാണെങ്കിൽ, എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഈ എച്ചിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എച്ചിന് പകരം r/2 എന്ന് കൊടുക്കേണ്ടി വന്നേ. ഓക്കെ, ക്വാർട്ടർ എന്ന് പറയുകയാണെങ്കിൽ r/4 എന്ന് കൊടുക്കേണ്ടി വന്നേ. അങ്ങനെയാണെങ്കിൽ r+r/2 എന്നോ അല്ലെങ്കിൽ r+r/4 എന്നോ ഒക്കെ കൊടുക്കേണ്ടി വന്നേ. ഓക്കെ, അപ്പോൾ ഇവിടെ r+r എന്നാണ് കൊടുത്തത്. അപ്പോൾ r+r എത്രയാണ്? 2r ആണ് അല്ലേ? r+r എന്ന് പറഞ്ഞാൽ 2r ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ r+r² എന്നാണുള്ളത് അല്ലേ? അപ്പോൾ r+r² എന്ന് പറഞ്ഞാൽ 2r-ൻ്റെ സ്ക്വയറാണ് ചെയ്യാനുള്ളത്. r+r ചെയ്യുമ്പോൾ 2r എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് 2r² എടുക്കുമ്പോൾ 2² × r² എന്ന് വരും. 2² എന്ന് പറഞ്ഞാൽ 4, r²-ന് r² എന്ന് തന്നെ എഴുതാം. അപ്പോൾ 4r² എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ 4r² എന്ന് ഡിനോമിനേറ്റർ കിട്ടും. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. നേരത്തെ നമ്മൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തിരുന്നു. അപ്പോൾ ജിയുടെ ഇക്വേഷനും കിട്ടി, g' ഇക്വേഷനും കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ടത് g' വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇക്വേഷൻ നമ്പർ 1-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 2-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഏത് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ 1-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം LHS തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ g/gr എന്ന് വരും. g/gr = RHS തമ്മിൽ ഡിവൈഡ് ചെയ്യുക. RHS എന്താണ്? ഇതിൻ്റെ RHS gm/r² ആണ്. ഡിവൈഡഡ് ബൈ ഈ ഇക്വേഷൻ്റെ RHS. ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഇടയിലുള്ള ഈ ടേം നമ്മൾ എടുക്കേണ്ട. ഓക്കെ, ഇത് LHS, ഇത് RHS. ഓക്കെ, അപ്പോൾ ഇതാണ് RHS. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ gm/r² കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, gm/4r² കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4r²/gm കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ × 4r²/gm. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ gm-ഉം ക്യാൻസലായിപ്പോയി. ഓക്കെ, r²-ഉം r² ക്യാൻസലായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ആ സ്റ്റെപ്പിൽ എന്ത് വരും? g/g'. g'-നാണ് ഇവിടെ g⁻r എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് r എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ ആണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. g/g' = എന്ത് വരും? ഇവിടെ 4 എന്ന് മാത്രം വരും അല്ലേ? 4 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള gr ഇപ്പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് വരും? g = 4 × gr എന്ന് വരും അല്ലേ? g = 4 × gr എന്ന് വരും. ഇനി നമുക്ക് gr-ൻ്റെ വാല്യൂ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ × 4-നെയും കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ × 4 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും.
അപ്പോൾ ജി ആർ ഇസ് ഈക്വൽ ടു G/4 എന്നാവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജി ആർ ഇസ് ഈക്വൽ ടു G/4. ഓക്കെ, ഇനി സ്മോൾ ജി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് 9.8 ആണെന്ന് അറിയാം. /4 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഫൈനൽ ആൻസർ കൂടെ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചിട്ട് ചെയ്ത് വയ്ക്കുക. അതും കൂടെ ആയാലേ ഇത് കംപ്ലീറ്റ് ആവും ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ട് നോക്കാം. ഇഫ് ദ മാസ് ഈസ് ടേക്കൺ ടു മൂൺസ് സർഫസ്, നമ്മൾ ഈ മാസ് എടുത്തുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ എടുത്തുകൊണ്ട് എവിടെ പോവുകയാണ്? മൂണിൻ്റെ സർഫസിൽ പോവുകയാണ്. എർത്തിൽ നിന്ന് നമ്മൾ വണ്ടി കയറി ചന്ദ്രൻ്റെ സർഫസിൽ ഇറങ്ങി. വിൽ ദ ഫ്രീ ഫോൾ ആക്സലറേഷൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂണിൻ്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിലുള്ളതിൻ്റെ 1/6 മാത്രമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മൂണിലെത്തുന്ന സമയത്ത് കുറയും അല്ലേ. അപ്പോൾ അത് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ വേർഡിൽ എഴുതാവുന്ന ആൻസറേ ഉള്ളൂ, ഡിക്രീസ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇവിടെ കഴിയാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ഉയരം ചെറിയ ഹൈറ്റുകളാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. വലിയ ഹൈറ്റുകളാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് G' ഇക്വേഷൻ എഴുതിയിട്ട് അതിന് ആ ഇക്വേഷനെ ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ചെയ്താലും മതി, എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് G' വാല്യൂ എഴുതുക, എന്നിട്ട് ന്യൂമറിക്കൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യനിൽ 3 പാർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാർട്ട് നോക്കാം. വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് തിയറിയിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മാത്രമേ ഇതിൻ്റെ ആൻസറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മളതിൻ്റെ ഡെഫിനേഷനും കൂടെ എഴുതണം. വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ ആക്സലറേഷൻ വിത്ത് വിച്ച് എ ബോഡി അണ്ടർ ഫ്രീ ഫോൾ മൂവ്സ് അല്ലേ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. താഴോട്ട് സ്വതന്ത്രമായി വീഴുന്ന ഒരു ബോഡിയുടെ ആക്സലറേഷൻ. ഡസ് എ ബോഡി ഹാവ് ദ സെയിം വെയ്റ്റ് അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് അറ്റ് ദ പോൾസ്? ഒരു ബോഡിക്ക് ഇക്വേറ്ററിൽ വെച്ചിരുന്നാലും പോളിൽ വെച്ചിരുന്നാലും, അതായത് എർത്തിൻ്റെ ഇക്വറ്റോറിയൽ റീജിയനിൽ വെച്ചാലും പോളാർ റീജിയനിൽ വെച്ചാലും ഒരേ വെയിറ്റ് ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഈ വെയിറ്റ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറും മാസ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ മാസ്, ഈ വെയിറ്റ് എന്നുള്ള വേർഡിനെ റീപ്ലേസ് ചെയ്ത് മാസ് എന്നായിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ യെസ് എന്നായിരുന്നതിന് ഉത്തരം. കാരണം മാസ് മാറത്തില്ല. മാസ് ഇക്വേറ്ററിൽ വെച്ചിരുന്നാലും പോളിൽ വെച്ചിരുന്നാലും സെയിം ആയിരിക്കും. അതേസമയം വെയിറ്റ് എന്ന് പറയുന്നതോ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ W = mg എന്നുള്ളതാണ് വെയിറ്റിൻ്റെ ഇക്വേഷൻ. W = mg. ഇതിനകത്ത് m കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ G വേരി ചെയ്യുന്നതാണ്. ഓക്കെ, G ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ G എവിടെയായിരിക്കും കൂടുതൽ? G പോളാർ റീജിയനിലായിരിക്കും കൂടുതൽ. ഇക്വറ്റോറിയൽ റീജിയനിൽ Gയുടെ വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് വെയിറ്റും ഇക്വറ്റോറിയൽ റീജിയനിൽ കുറവായിരിക്കും. പോളാർ റീജിയനിലെത്തുമ്പോൾ വെയിറ്റ് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട് നോ അല്ലേ, വെയിറ്റ് സെയിം ആയിരിക്കത്തില്ല. ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ്. ഒരു സ്ഥലത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വെയിറ്റ്. അതുകൊണ്ടാണ് മൂണിൽ കൊണ്ടുപോകുന്ന സമയത്ത് വെയിറ്റ് കുറയുന്നത്. മൂണിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ്. അതുകൊണ്ട് mg എന്നുള്ള വാല്യൂ കുറഞ്ഞ് വെയിറ്റ് കുറയും. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ ആൻഡ് പോൾസ് ആർ ഡിഫറെൻറ്റ് അല്ലേ. സ്മോൾ ജിയുടെ വാല്യൂ ഇക്വേറ്ററിലും പോളിലും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇക്വേറ്ററിൽ വെയിറ്റ് കുറവും പോളാർ റീജിയനിൽ വെയിറ്റ് കൂടുതലുമായിരിക്കും. നമുക്കിനി മൂന്നാമത്തെ പാർട്ടിലോട്ട് പോകാം. ഇഫ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ the value of gravitational constant is 6.6 × 10⁻⁻11 Newton meter² per kilogram square. അത് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ തന്നിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അത് എല്ലാ ക്വസ്റ്റ്യനിലും തരണമെന്നില്ല. ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ആൻഡ് സ്മോൾ g = 9.8 m/s². അത് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഫൈൻഡ് ദ മാസ് ഓഫ് എർത്ത് ഗിവൺ റേഡിയസ് ഈസ് 6.4 × 10⁻6 മീറ്റർ. എർത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6.4 × 10⁻6 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ മാസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ജിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതേപോലെ സ്മോൾ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതേപോലെ
റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ഇൻപുട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 4 ലെറ്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. ഉണ്ട്. ഏതാണ് ഇക്വേഷൻ? സ്മോൾ ജിയുടെ ഇക്വേഷൻ ഉണ്ട്. സ്മോൾ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നല്ലേ? ജി എം ബൈ ആർ സ്ക്വയർ എന്നല്ലേ സ്മോൾ ജിയുടെ ഇക്വേഷൻ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ജി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ജി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്യാപിറ്റൽ എം അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ ഇക്വേഷൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഫോം ചെയ്യുക. അതായത് ഈ ആർ സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക, ക്യാപിറ്റൽ ജീനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതിൻ്റെ അകത്ത് ആ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് സ്മോൾ ജിയുടെ ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ക്യാപിറ്റൽ എമ്മിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ബൈ ആർ സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു ആർ സ്ക്വയർ ആവും. അപ്പോൾ ജി ഇൻറ്റു ആർ സ്ക്വയർ എന്നാവും. ഇൻറ്റു എമ്മിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു എമ്മിനെ കൊണ്ടുവരേണ്ട, ഇൻറ്റു ജിയെ ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ബൈ ജി എന്നാവും. അപ്പോൾ ജി ആർ സ്ക്വയർ ഉണ്ടായിരുന്നു, ബൈ ജി. അപ്പോൾ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും അല്ലേ? സ്മോൾ ജിയുടെ വാല്യൂ 9.8, ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ 6.4 × 10⁶. അത് ആർ സ്ക്വയർ ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് അടിച്ചിട്ട് സ്ക്വയർ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.6 × 10⁻11. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എർത്തിൻ്റെ മാസ് എത്രയാണ്? 60.82 × 10⁻23 കിലോഗ്രാം. ഇതിനെ നിങ്ങൾ 6.08 × 10⁻24 കിലോഗ്രാം എന്ന് എഴുതിയാലും മതി. അങ്ങനെയാണ് ആക്ച്വലി ഇത് എഴുതാനുള്ളത്. ഓക്കെ, ഒരു ഡെസിമലോട് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, ഒരു ഡെസിമൽ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ പവർ ഒന്നുകൂടെ കൂടും. അപ്പോൾ 6.08 × 10⁻24 കിലോഗ്രാം എന്ന് കിട്ടും. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാസ് എമ്മോ അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് എർത്തോ ഒക്കെ SI യൂണിറ്റിൽ അല്ലാതെ തന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സ്മോൾ ജിയുടെ വാല്യൂ ഒക്കെ SI യൂണിറ്റിൽ അല്ലാതെ തന്നിരുന്നാലും നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇക്വേഷനിൽ കൊടുക്കാവൂ. ഓക്കെ, നിങ്ങൾ കുഴയ്ക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും തരാം. ഓക്കെ, അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ മിക്കവാറും യൂണിറ്റ് മാറ്റിയൊക്കെയായിരിക്കും തരുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെല്ലാം കറക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അസ്യൂമിങ് ദ എർത്ത് to be a sphere of uniform mass density, how much would be a body weigh halfway down to the center of earth if it is weighed 250 Newton on the surface? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അസ്യൂമിങ് ദ എർത്ത് ടു ബി എ സ്ഫിയർ ഓഫ് യൂണിഫോം മാസ് ഡെൻസിറ്റി. എർത്തിനെ നമ്മളൊരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. എർത്തിൻ്റെ ഷേപ്പ് ആക്ച്വലി സ്ഫെറിക്കൽ അല്ല. ഓക്കെ, അതിൻ്റെ പോളാർ റീജിയനിൽ ഇത്തിരി പരന്നതിന് ശേഷം ഇക്വേറ്റർ ഇത്തിരി ഉന്തി നിൽക്കുന്ന ഒരു സ്ഫെറോയുടെ ഷേപ്പാണ് എർത്തിനുള്ളത്. പക്ഷേ നമ്മളിതിവിടെ പറഞ്ഞിരിക്കുന്നത് എർത്തിനെ ഒരു യൂണിഫോം സ്ഫിയർ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അസ്യൂം ചെയ്യുക. ഓക്കെ, ഓഫ് യൂണിഫോം മാസ് ഡെൻസിറ്റിയും യൂണിഫോം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാസ് ഡെൻസിറ്റി യഥാർത്ഥ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ യൂണിഫോം അല്ല. കാരണം നമ്മുടെ എർത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ക്രസ്റ്റ്, അത് കഴിഞ്ഞ് മാൻഡിൽ, അതിൻ്റെ അകത്ത് കോറ്, അങ്ങനെ പല പല ലെയറുകളാണ് എർത്തിനുള്ളത്. നിങ്ങൾ സോഷ്യൽ സയൻസിൽ ജോഗ്രഫിക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ ലെയറിനും പല പല ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരേ ഡെൻസിറ്റി ആണ് എന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണ് എന്ന് അസ്യൂം ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റും. കാരണം അല്ലാത്ത രീതിയിൽ ചെയ്യാൻ, എർത്തിൻ്റെ യഥാർത്ഥ ഷേപ്പ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതുപോലെ ഡെൻസിറ്റിയിൽ മാറ്റമുണ്ട് എന്നും പറഞ്ഞ് ചെയ്യാനുള്ളതും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ മച്ച് വുഡ് ബി എ ബോഡി വെയ് ഹാഫ് വേ ഡൗൺ ടു സെൻറ്റർ ഓഫ് എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്റർ ഇതാണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ താഴോട്ട് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. ഓക്കെ, ഒരു മാസമുള്ള ഒരു പ്രത്യേക വെയിറ്റുള്ള 250 ന്യൂട്ടൺ വെയിറ്റുള്ള, എവിടെ വെച്ച് വെയിറ്റുള്ള? ഓൺ ദ സർഫസ്. എർത്തിൻ്റെ സർഫസിൽ 250 ന്യൂട്ടൺ വെയിറ്റുള്ള ഒരു ബോഡി. ആ ബോഡീനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഹാഫ്
ഹാഫ് വേ എന്ന് പറഞ്ഞാൽ പകുതി വഴി വരെ, ഡൗൺ ടു ദ സെൻറ്റർ ഓഫ് എർത്ത്, എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്നതിൻ്റെ പകുതി വഴി. അതായത് നമുക്കിതാ ഇവിടെ ഇതുവരെ അല്ലേ, ഇത് പകുതി വഴിയായി. അപ്പോൾ ഇവിടെ ഈ ഡെപ്ത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ നമ്മളതിനെ ഡി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്, ഡെപ്ത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ വെച്ചെടുക്കാം. ഓക്കെ, എന്തായാലും ഈ ഡിയുടെ വാല്യൂ എത്രയായിരിക്കും? സെൻറ്ററിൽ നിന്ന് സർഫസിലേക്കുള്ളതിൻ്റെ പകുതിയാണ്, അതായത് റേഡിയസിൻ്റെ പകുതിയാണ്. അപ്പോൾ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? r/2 ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് r/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ ഇതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെയിറ്റ് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നെങ്കിലും നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ജിയുടെ വാല്യൂ എത്രയായിരിക്കും എന്നാണ്. കാരണം വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? വെയിറ്റ് W=m×g എന്നാണ്. ഇതിനകത്ത് m എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറൂല. സ്മോൾ ജി ആണ് മാറുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ g' അല്ലെങ്കിൽ g∩d എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. GD = എന്താണ് ഇക്വേഷൻ? g×1 - d/r എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനും നമ്മൾ നേരത്തെ പഠിച്ച ആൾട്ടിറ്റ്യൂഡ് കാരണമുള്ള g×1 - 2h/r എന്നുള്ള ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ഇക്വേഷൻ ചെറിയ ഹൈറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഇക്വേഷൻ ചെറിയ ഡെപ്തിന് മാത്രമല്ല, എല്ലാ ഡെപ്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സ്മോൾ ഡി എന്ന് പറയുന്നത് ചെറിയ ഡെപ്ത് ആയിരിക്കണം എന്നില്ല. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഇക്വേഷൻ ഡെപ്തിലേക്ക് പോകുമ്പോഴുള്ള ഇക്വേഷൻ എല്ലാ ഡെപ്തിനും അപ്ലൈ ചെയ്യാം. അത് ഇങ്ങനെ സെൻറ്റർ വരുന്നതാണെങ്കിലും ഇതിൻ്റെ പകുതി ആണെങ്കിലും ഇതിൻ്റെ 4/1 4/3 ഭാഗമാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മുടെ ഡെപ്തിൻ്റെ വാല്യൂ എത്ര കൊടുത്താൽ മതി? R/2 കൊടുത്താൽ മതി, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ജി അല്ല കണ്ടുപിടിക്കുന്നത്, വെയിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. എർത്തിൻ്റെ സർഫസിൽ ഇതിൻ്റെ വെയിറ്റ്, അതിന് നമുക്ക് mg എന്നെടുക്കാം. mgയുടെ വാല്യൂ എത്രയാണ്? 250 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അറ്റ് എ ഡെപ്ത് ഡി എന്ന് പറയുന്നൊരു ഡെപ്തിൽ വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താവും? m×g' എന്നാവും അല്ലേ. അതായത് m×g∩d എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നെങ്കിലും g∩d എന്നാണ്. ഓക്കെ, നമുക്കത് വെട്ടിക്കളയാം. ഓക്കെ, g∩d m അവിടുത്തെ g എത്രയാണോ അത്രയും. ഈ GDയുടെ വാല്യൂ നമുക്കറിയാം, എന്താണ്? g×1 - d/r ആണെന്നറിയാം. ഈ m ഇവിടെ നിർത്തിക്കൊണ്ട് ജിക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട്, GDക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. GD = എന്താണ്? g×1 - d/r ആണ്. GDക്ക് പകരമാണ് g×1 - d/r കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ mgയുടെ വാല്യൂ എത്രയാണെന്നറിയാം. m×gയുടെ വാല്യൂ 250 ആണെന്നറിയാം. അപ്പോൾ mg ഇത് രണ്ടും റീപ്ലേസ് ചെയ്ത് നമുക്ക് 250 എഴുതാം. 250 ഓക്കെ ×1 - ആ 1 - അതേപോലെ എഴുതി. ഡിക്ക് പകരം എത്ര കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ? ഡിക്ക് പകരം r/2 കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിക്ക് പകരം r/2 കൊടുക്കുക. ഈ ആറിന് പകരം r എന്ന് തന്നെ കൊടുക്കുക. ആറിന് നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ r ഉണ്ടായിരുന്നു, അത് ഇറേസ് ആയി പോയതാണ്. ഓക്കെ, അപ്പോൾ r/2/r എന്ന് കിട്ടും. അപ്പോൾ r/2/r ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. കാരണം ഈ ആറും ഈ താഴത്തെ ആറും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1 - ഇവിടെ പിന്നെ എന്തുണ്ട്? 1/2/1 ആണുള്ളത് അല്ലേ. അതായത് 1/2. അപ്പോൾ 1 - 1/2 1 - 1/2 1 - 1/2 1 - 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 - 0.5, അതായത് 0.5 എന്ന് വരും അല്ലേ. അതായത് 1 - 1/2 ഇതാ 1/2 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ 250 × 1/2 എന്ന് വരും. 250 × 1/2 ഇത് എത്ര വരും? 250യുടെ പകുതി എത്രയാണ്? 125 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ 125 ന്യൂട്ടൺ ആയിരിക്കും എർത്തിൻ്റെ സർഫസിൽ നിന്ന് സെൻറ്റർ വരെയുള്ള ഡെപ്തിൻ്റെ പകുതി ഡെപ്തിൽ ആ വസ്തുവിനെ കൊണ്ടുവച്ചാൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ സർഫസിൽ 250 ന്യൂട്ടൺ ആണെങ്കിൽ പകുതി റേഡിയസ് ഡെപ്തിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ 125 ന്യൂട്ടൺ ആയിട്ട് അതിൻ്റെ പകുതി വെയിറ്റ് പകുതിയായിട്ട് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഹൈറ്റിലോട്ടാണെങ്കിൽ, ചെറിയ ഹൈറ്റിനാണെങ്കിൽ g' = g×2h/r അപ്ലൈ ചെയ്യുക. ഓക്കെ, വലിയ ഹൈറ്റിലോട്ടാണെങ്കിൽ g = gm/r² എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇനി ഡെപ്തിലോട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മളിവിടെ പഠിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. g' = g×1 - d/r എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ ഈ സെക്ഷനിൽ വരുന്ന എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ അതും ചെയ്ത് നോക്കുക. ഓക്കെ, തിയറി വ്യക്തമായിട്ട് പഠിക്കുക. പ്രോബ്ലംസ് നിങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രോബ്ലംസ് പക്ഷേ പറ്റുന്ന അത്രയും വർക്കൗട്ട് ചെയ്യുക. എല്ലാ ടോപ്പിക്കിൽ നിന്നും എല്ലാ ഇക്വേഷനും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോബ്ലം വെച്ചെങ്കിലും ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സിമിലർ പ്രോബ്ലം വരികയാണെങ്കിലും നമുക്ക് ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫോക്കസ് ഏരിയയുടെ പ്രോബ്ലം ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. അതിൻ്റെ പുറത്തുനിന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറി നോക്കുക. ഇതിൻ്റെ ഈ ക്ലാസ് എടുക്കാൻ ഉപയോഗിച്ച PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അത് ക്ലാസ് കണ്ടതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒന്നുകൂടെ എഴുതി നോക്കുക, പിന്നെ അതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.